പോവാം. ടിക്കറ്റ് കൗണ്ടർ അവിടെ ഫ്രണ്ടിൽ. ഹായ്. നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തേനീച്ചക്കൂടാണ്. ഇതിനകത്ത് 3 തരം ബീസുകളുണ്ട്. ഫീമെയിൽ ബീസ്, മെയിൽ ബീസ് ആൻഡ് ക്യൂൻ ബി, റാണി തേനീച്ച. ഫീമെയിൽ ബീസ് എന്ന് പറയുന്നത് വർക്കർ ബീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫീമെയിൽ ബീസുകളാണ് തേനീച്ചക്കൂടിന് ആവശ്യമുള്ള തേനും പൂമ്പൊടിയും ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. കൂടിന് കാവലിരിക്കുന്നു ഫീമെയിൽ ബീസുകളാണ്. മെയിൽ ബീസുകൾ ലേസി ബീസ് എന്നാണ് അറിയപ്പെടുന്നത്. മെയിൽ ബീസുകൾ ഈ ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പൊടിയും ഒക്കെ കഴിച്ചു തീർക്കുക എന്ന പണിയാണ് മെയിൽ ബീസുകളുടേത്. ആൻഡ് ക്യൂൻ ബി ഒരു ദിവസം 2000 എഗ്ഗുകൾ വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്യൂൻ ബി ഉണ്ടാവണം. ആ ഒരു കപ്പാസിറ്റി ക്യൂൻ ബിക്ക് ഇല്ല എന്ന് ഫീമെയിൽ ബീസുകൾ തോന്നുവാണെങ്കിൽ ഫീമെയിൽ ബീസുകൾ തന്നെ റാണി തേനീച്ചനെ കൊന്നുകളയും. എന്നിട്ട് പുതിയൊരു റാണീനെ അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ബീസുകളെ പ്രായം കുറഞ്ഞ ബീസുകളെ സെലക്ട് ചെയ്യും. അതായത് 1 to 15 ദിവസം മാത്രം പ്രായമുള്ള ബീസുകളെ സെലക്ട് ചെയ്ത് അവരുടെ ഈ ഒരു കൊമ്പ് ഭാഗത്ത് നമ്മൾ ഗ്ലാഡ്സ് എന്ന് പറയും. അവിടെ നിന്ന് വരുന്ന ഒരു ദ്രാവക രൂപത്തിലുള്ള ജെല്ലാണ് റോയൽ ജെൽ എന്ന് പറയുക. ഈ റോയൽ ജെൽ ഇവർ സ്ട്രോങ് ആയ സെല്ല് നോക്കി ഫീഡ് ചെയ്യും. ഇത് ഫീഡ് ചെയ്ത് ഒരു 16 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു പുഴു പോലെ തേനീച്ച ഉണ്ടാവും. ആ തേനീച്ച ഈ റോയൽ ജെൽ കഴിച്ചിട്ടായിരിക്കും വളർന്നു വരിക. ഈ തേനീച്ചയാണ് റാണി തേനീച്ചയായി മാറുന്നത്. ഈ റാണി തേനീച്ച ഈ റോയൽ ജെൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ 5 വർഷം വരെ ജീവിച്ചിരിക്കും. അതേസമയം ഫീമെയിലും മെയിലും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 മാസം മാത്രമേ ഉള്ളൂ. നമുക്കും ഈ റോയൽ ജെൽ കഴിക്കാം. നമ്മൾ റോയൽ ജെൽ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ആന്റി ഏജിങ്ങിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, യൂത്തും ഒക്കെ നിലനിർത്താനും മുഖത്തിലെ ചുളിവുകൾ മാറാനും കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കുന്നവർക്കും റോയൽ ജെല്ലി വളരെ നല്ലതാണ്. നമ്മളെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് ഫീമെയിൽ ബീസുകളായിരിക്കും. ഫീമെയിൽ ബീസുകൾ നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെത്ത് ആവുകയാണ് ചെയ്യുന്നത്. ഇവരെന്തുകൊണ്ട് ഡെത്ത് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് വേഗം അവരുടെ വിങ്സുകളൊക്കെ എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള പോയിസൺ പോലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് ലീക്ക് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർക്ക് അധിക ദൂരം പറക്കാനാവില്ല. അതുകൊണ്ടാണ് ഇവർ ഡെത്ത് ആവുന്നത്. ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നോയ്സിന് സൗണ്ട് കേൾക്കുന്നില്ലേ, അത് ഒരു ദിവസം 1 മിനിറ്റിൽ 11,400 തവണ അവരുടെ വിങ്സുകൾ കൊണ്ട് അടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇവർക്ക് 2 ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉണ്ട്. ഫുഡ് അടുത്തുള്ളപ്പോൾ റൗണ്ട് ഷേപ്പിലും, ഫുഡ് ദൂരെയാണെങ്കിൽ 8 ഷേപ്പിലും ആയിരിക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇതാണ് ഒരു തേനീച്ചക്കൂട്ടി നടക്കുന്ന പ്രോസസ്സിംഗ്. ഇതിനോടനുബന്ധിച്ച് ചെറിയൊരു വിഷ്വലുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകും.